നമുക്ക് അടുത്തൊരു രാഷ്ട്രീയ റിപ്പോർട്ടിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടിയിറങ്ങിയതാണ്. വലിയ ശക്തി പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് CPM-ന്റെ അവിടെ. MV ജയരാജനും നമ്മുടെ മോഹനൻ KN മോഹനനും ഒക്കെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. അപ്പൊ അവര് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പുതിയ ജില്ലാ സെക്രട്ടറിമാർ വേണം. അതാണ് ഇപ്പൊ ഇനി അടുത്ത നടപടി CPM-ൽ. മാത്രമല്ല കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന റസൽ അദ്ദേഹം മരിച്ചുപോയതിനു ശേഷം പിന്നെ അവിടെ ഒരു ഒഴിവുണ്ട്. 3 പേർ തെരഞ്ഞെടുക്കാനുണ്ട്. അതെ CN. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. CPM ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായതോടെ പുതിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കേണ്ടി വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് CPM-ൽ. അന്തരിച്ച AV റസലിന് പകരക്കാരനായി കോട്ടയത്തും പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തണം. കണ്ണൂരിൽ TV രാജേഷ്, എറണാകുളത്ത് S സതീഷ്, കോട്ടയത്ത് TR രഘുനാഥ് എന്നിവർക്കാണ് ഇപ്പോൾ സാധ്യത പറയുന്നത്. മധുര പാർട്ടി കോൺഗ്രസിന് ശേഷമാകും പുതിയ സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായാൽ പകരം പുതിയ സെക്രട്ടറിമാരെ നിശ്ചയിക്കുന്നതാണ് CPIM-ലെ കീഴ്വഴക്കം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലാ ഘടകമായ കണ്ണൂരിലെ പുതിയ ജില്ലാ സെക്രട്ടറി ആരാകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പുതിയ ജില്ലാ സെക്രട്ടറി ആരായാലും അത് ജയരാജന്മാരിൽ നിന്നുള്ള തലമുറ മാറ്റമായിരിക്കുമെന്ന് ഉറപ്പാണ്. മുൻ MLA TV രാജേഷ് ജില്ലാ സെക്രട്ടറിയാകുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ TV രാജേഷിന് തന്നെയാണ് കൂടുതൽ സാധ്യത. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെയും പരിഗണിച്ചേക്കാം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരിക്കെയാണ് MV ജയരാജനെ ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കുന്നത്. എറണാകുളത്ത് പാർട്ടിയെ നയിക്കാൻ യുവ നേതാവായിരിക്കുമെന്നാണ് സൂചന. DYFI മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന S സതീഷ്, മേയർ M അനിൽകുമാർ, CB ദേവദർശൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. S സതീഷിനാണ് കൂടുതൽ സാധ്യത. കോട്ടയത്ത് AV റസലിന്റെ അകാല മരണമാണ് സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവുണ്ടാക്കിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TR രഘുനാഥനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിക്കാനാണെന്ന് സൂചനയുണ്ട്. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസിന് ശേഷമേ പുതിയ ജില്ലാ സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പുണ്ടാകൂ. 24 തിരുവനന്തപുരം. ചേച്ചി, കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം, അതിൽ CPM-ന്റെ ഒരു വലിയ ആത്മവിശ്വാസം കാണുന്നു. അതിൽ എല്ലാ നേതാക്കളും ഒന്നടങ്കം പറയുന്നു 3ാം ടേം LDF വരാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആ ആത്മവിശ്വാസം എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീഴ്ഘടകങ്ങൾ, അതായത് ഈ ഏരിയ സമ്മേളനങ്ങളും അതാണല്ലോ CPM-ന്റെ രീതി. ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം ഒക്കെ കഴിഞ്ഞു വരികയാണ്. അപ്പം കൃത്യമായി ഗ്രൗണ്ട് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് CPM എത്തിയത് എന്നാണ് ഈ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ പറയുന്നത്. നമുക്കാണെങ്കിലും നോക്കുമ്പോഴേ അവരുടെ ഒരു പാർട്ടിയുടെ ഒരു ആ രീതിയിലുള്ള ഒരു സിസ്റ്റം, അത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകുന്നതിന്റെ ഒരു ഗുണം അത് ഇന്നലെ വൈകിട്ട്. പക്ഷേ മറുഭാഗത്ത് ഈ പറഞ്ഞ പ്രതിപക്ഷം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ പറയുന്നത് ഒറ്റൊരാളിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങുന്നു, അത് പിണറായി വിജയനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു, അതിനൊരു മാറ്റമില്ലാതെ സംസ്ഥാന സമ്മേളനമാണ് കഴിഞ്ഞു പോയതെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് രാഷ്ട്രീയമായി മാറുന്നത്, രാഷ്ട്രീയമായി എങ്ങനെയാണിത് റിഫ്ലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഇനിയിപ്പം ആസന്നമായ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം.